കൊല്ലത്ത് ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ കാട്ടാനാക്രമണം. പുനലൂർ സ്ട്രിംഗർ മനോജ്, ക്യാമറ പേഴ്സൺ അജേഷ് എന്നിവർക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത്. കൊല്ലം റോസ്മലയിൽ കുടിയിറക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. റോസ്മല ചപ്പാത്തിന് സമീപം വാഹനത്തിന് പുറത്തുനിന്ന അജേഷിന് നേരെ ആന ഓടിയെത്തി. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി മരത്തിൽ കയറിയ അജേഷിന് പരിക്കേറ്റു. പിന്നാലെ എത്തിയ ഫോറസ്റ്റ് ഗാർഡുകൾ ആനയെ തുരത്തിയതോടെ ഭീകരാന്തരീക്ഷം ഒഴിവായി. തിരുവനന്തപുരം നെടുമങ്ങാട് വിതുരയിൽ കാട്ടാന ആക്രമണത്തിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു. സ്കൂൾ വളപ്പിലെ തെങ്ങ് കാട്ടാന പിഴുതെറിയുകയും ചെയ്തു. കലാർ ഗവൺമെന്റ് LP സ്കൂളിലും അംഗനവാടിയിലും പ്രവർത്തിക്കുന്ന കെട്ടിട വളപ്പിലാണ് ഒറ്റയാന്റെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം തേവിയോട് KSRTC ഡിപ്പോ പരിസരം വരെ ആനക്കൂട്ടം എത്തിയിരുന്നു. കോടനാട് ആന പരിപാലന കേന്ദ്രത്തിൽ ചെരിഞ്ഞ കാട്ടുകൊമ്പന്റെ തലച്ചോറിന് അണുബാധയേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം. കൊമ്പന്റെ മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴു വരിച്ചിരുന്നു. മറ്റാന്തരിക അവയവങ്ങൾക്ക് അണുബാധയില്ലെന്നാണ് കണ്ടെത്തൽ. മസ്തകത്തിലേത് കൊമ്പ് കുത്തിയതിനെ തുടർന്നുണ്ടായ മുറിവാണെന്നുമാണ് നിഗമനം. മസ്തകത്തിന് പരിക്കേറ്റ് ആതിരപ്പള്ളിയിൽ നിന്നും കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കൊമ്പൻ ഇന്നലെ ഉച്ചയോടെയാണ് ചെരിഞ്ഞത്.